പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമതരുടെ ഡിവൈഎഫ്ഐ സമാന്തര കൺവെൻഷൻ 100 കണക്കിന് പേർ പങ്കെടുക്കുന്നു. വിമതർക്കൊപ്പം നിന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും നേരത്തെ പുറത്താക്കിയിരുന്നു. VS ഗോകുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി പാലക്കാട്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാന്തര നീക്കങ്ങൾ, ആ സമാന്തര നീക്കങ്ങളുടെ ഭാഗമായി വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഇതെന്താണ് ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം? പാലക്കാട് നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, പലരെയും പല പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പം സരിനാണെങ്കിലും ശരി, ഷാനിബ ആണെങ്കിലും ശരി, പാർട്ടിയിൽ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ്. രതീഷ്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊഴിഞ്ഞാമ്പാറയിൽ CPM-ന്റെ ഒരു സമാന്തര കൺവെൻഷൻ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെയാണ് ഡിവൈഎഫ്ഐ കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ അതിലെ കുറച്ച് പ്രവർത്തകർ ചേർന്ന ഒരു സമാന്തര കൺവെൻഷൻ, ഡിവൈഎഫ്ഐയുടെ സമാന്തര കൺവെൻഷൻ നടത്തുന്നത്. മേഖലാ പ്രസിഡന്റായിരുന്ന മനോജും മേഖലാ സെക്രട്ടറി ആയിരുന്ന സദാം ഹുസൈൻ, ഇങ്ങനെ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഈ സമാന്തര കൺവെൻഷൻ നടക്കുന്നത്. ഇവരെ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. കൊഴിഞ്ഞാമ്പാറയിൽ ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനം CPM-നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ സതീഷ് അടക്കമുള്ളവർ ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറി ഒരു സമാന്തരമായ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ കൂടി, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഏതാനും പ്രവർത്തകർ കൂടി ഇത്തരത്തിലൊരു സമാന്തരമായ തങ്ങളുടെ ഒരു വിഭാഗീയ പ്രവർത്തനം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മാറി നിന്നുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. ഇതിൽ ഈ മേഖലാ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന മേഖലാ പ്രസിഡന്റ് ആയിരുന്ന മനോജ്, അതോടൊപ്പം തന്നെ സെക്രട്ടറി സദാം ഹുസൈൻ ഇവരെ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷേ 100 കണക്കിന് പേർ ഇവരോടൊപ്പം പുറത്താക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം, ഈ സമാന്തര കൺവെൻഷൻ നടത്തുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ? അതെ, ഈ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഈ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. നേരത്തെ ഇവരെ പുറത്താക്കിയത് ഇതിനു മുൻപ്, കുറച്ച് നാളുകൾക്ക് മുൻപ് CPM-ൽ ഒരു വിഭാഗീയ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ സമാന്തര കൺവെൻഷൻ നടത്തുമെന്ന് മേഖലാ പ്രസിഡന്റ് മനോജും സെക്രട്ടറി സദാമും പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള മീറ്റിംഗുകൾ അവർ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിനെ തുടർന്നാണ്, ഇത്തരത്തിൽ ഈ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഇരുവരെയും ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഇവർ വീണ്ടും ഒരു കൺവെൻഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.